ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 4 അതീന്ദ്രിയജ്ഞാനം. ശ്ലോകം 21. നിരാശീര്യത ചിത്താത്മാ തെക്താ സർവപരിഗ്രഹഃ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. വിവർത്തനം: മനസ്സിനെയും ബുദ്ധിയെയും പൂർണ്ണമായും നിയന്ത്രിച്ചും തൻ്റെ സമ്പത്തിലും നേട്ടങ്ങളിലും ഉടമാവകാശബോധവും ഉപേക്ഷിച്ചും ജീവിതത്തിന് അത്യാവശ്യമായ കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ടുമിരിക്കുന്ന ജ്ഞാനിക്ക് കർമ്മത്തിൻ്റെ പാപഫലങ്ങൾ ഏൽക്കേണ്ടി വരില്ല. ഭാവാർത്ഥം: കൃഷ്ണാവബോധമുള്ളവൻ തൻ്റെ പ്രവൃത്തികളുടെ ഫലം നല്ലതായാലും ചീത്തയായാലും അത് പ്രതീക്ഷിക്കുകയില്ല. അവൻ്റെ മനസ്സും ബുദ്ധിയും പൂർണ്ണമായും നിയന്ത്രിതങ്ങളാണ്. ഭഗവാന്റെ വിഭിന്നാംശമാണ് താനെന്ന് അയാൾക്ക് അറിയാം. ഭഗവാന്റെ വിഭിന്നാംശമാകയാൽ ഭഗവതംശമെന്ന നിലയ്ക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നും തൻ്റേതല്ലെന്നും പരമപുരുഷൻ തന്നിലൂടെ ചെയ്യുന്നതാണെന്നും അയാൾക്കറിയാം. കൈ അനങ്ങുന്നത് അതിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ശരീരത്തിൻ്റെ മുഴുവൻ പ്രേരണയുണ്ട് ആ ചലനത്തിനു പിന്നിൽ. കൃഷ്ണാവബോധമുള്ള മനുഷ്യനെ നയിക്കുന്നത് ഭഗവാന്റെ ഇംഗിതമാണ്. അയാൾക്ക് സ്വന്തം ഇന്ദ്രിയപൂർത്തിക്കായി അഭീഷ്ടങ്ങളൊന്നുമില്ല. യന്ത്രഭാഗം പോലെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. യന്ത്രത്തിൻ്റെ ഭാഗങ്ങളെ അവയുടെ നിലനിൽപ്പിനു വേണ്ടി മെഴുക്കിടുകയും ശുചീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ദിവ്യപ്രേമഭരിതമായ ഭഗവത് സേവനത്തിന് ഉതകത്തക്ക വിധം സ്വശരീരത്തെ പുലർത്താൻ വേണ്ടി മാത്രം കൃഷ്ണാവബോധവാനായ ഭക്തൻ പ്രവൃത്തികൾ നിറവേറ്റുന്നു. അവയുടെ പ്രതികരണങ്ങൾ അയാളെ ബാധിക്കുന്നില്ല. ഒരു മൃഗത്തിനെന്ന പോലെ അയാൾക്കും സ്വന്തം ശരീരത്തിന്മേൽ പോലും ആധിപത്യമില്ല. ക്രൂരനായ ഒരു ഉടമസ്ഥൻ തൻ്റേതായ മൃഗത്തെ ചിലപ്പോൾ കൊല്ലുന്നുവെങ്കിൽ കൂടി ആ മൃഗം എതിർത്ത് നിൽക്കാറില്ലല്ലോ. അതിന് യാതൊരു സ്വാതന്ത്ര്യവുമില്ല. ആത്മസാക്ഷാത്കാര ശ്രമത്തിൽ സദാ മുഴുകിയിരിക്കുന്ന ഒരു കൃഷ്ണഭക്തന് ഏതെങ്കിലും ഒരു ഭൗതിക പദാർത്ഥത്തിൻ്റെ ഉടമയെന്ന് വരുത്തിക്കൂട്ടാൻ സമയം നന്നേ കുറയും. ശരീരത്തെയും ജീവനെയും നിലനിർത്താൻ വേണ്ടുന്ന ധനം സംഭരിക്കാനായി കുതന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യവും അയാൾക്കില്ല. അതുകൊണ്ട് അത്തരം ഭൗതിക പാപങ്ങൾ അയാളെ ബാധിക്കുന്നില്ല. അവൻ തൻ്റെ എല്ലാ കർമ്മങ്ങളുടെയും പ്രതികരണത്തിൽ നിന്നും മുക്തനാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.